അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഈശോയുടെ ബഹുമാനമുള്ള ചോദിച്ച അഭിനയിച്ച പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിനത്തിന്റെ ഏറ്റവും വിശിഷ്ട വ്യക്തികളായ കെവിൻ, കരൺ, നിങ്ങൾക്ക് ഇന്ന് ഒത്തിരി സന്തോഷത്തിന്റെ ദിവസമാണ്. അതിനേക്കാൾ ഉപരി ഇന്ന് ഈശോ സന്തോഷിക്കുന്ന ദിവസമാണ്. കാരണം ഈശോയുടെ ഏറ്റവും നല്ല കൂട്ടുകാരായ സഹോദരങ്ങളായ കരണും കെവിനും ഇന്ന് ഈശോയെ കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദിവസമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബലിയർപ്പണങ്ങളാണ്. ഒന്ന് ആദ്യ കുർബാന ദിവസം ഈ ജീവിതം, രണ്ട് നമ്മുടെ മരണ ദിവസം നമ്മൾ നടത്തുന്ന ഈ ദിവസം നമ്മൾ ഈശോയെ സ്വീകരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ മരണ ദിവസം ഈശോ നമ്മളെ സ്വീകരിച്ച് ഈശോയുടെ വീട്ടിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇന്ന് നമ്മുടെ നമുക്ക് ഈശോയെ ഏറ്റവും സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രണ്ട് കുഞ്ഞ് സഹോദരന്മാർ കരുണം കെവിനും ഈശോയെ കുറിച്ച് അറിഞ്ഞ് ഈശോയെ സ്നേഹിച്ച് സന്തോഷിച്ച് ആഗ്രഹിച്ച് ഈശോയെ കൊണ്ടുപോകാനായിട്ട് അയക്കപ്പെടുന്ന കാരണമാണ്. ദൈവമേ, വിസ്മരണീയമായ ഈ കൂദാശയിലൂടെ അങ്ങേ പ്രയാസത്തിന്റെ സ്മാരകം നിങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ദിവ്യരക്ഷകൾ മടങ്ങുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ അങ്ങേ രക്താത്തിന്റെ ഫലം നിരന്തരം ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ പിതാവായ ദൈവത്തോടുകൂടെ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേൾക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ. അവൻ അബ്രാഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹിക്കട്ടെ. അബ്രാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു. കർത്താവിന്റെ വചനം. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു.
മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവിന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ എന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് നിൽക്കുക. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് സീയോനിൽ നിന്ന് നിന്റെ അധികാരത്തിന്റെ ചെറുതായിരിക്കും. ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെ തന്നെ സമർപ്പിക്കും. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരനെ, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ വരവേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യരുത്. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യരുത്. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിറഞ്ഞ ജീവന്റെ അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പം തിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോട് കൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേ മഹത്വം. അക്കാലത്ത് യേശു ജനങ്ങളെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേർ മടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജനദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതികരിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുകയും. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കിയുള്ള കഷ്ണങ്ങൾ 12 പുത്തനുകളെ അവർ സേവിച്ചു. കർത്താവിന്റെ സുവിശേഷം. നാം അയക്കപ്പെട്ടു. പവിത്രമായ ജ്ഞാനസ്നാനത്തിന്റെ പദങ്ങൾ നമുക്ക് അംഗീകരിക്കാം. ജ്ഞാനസ്നാനം അറിയാമല്ലോ. ഒരിക്കലും നാം വിശ്വാസത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും ആരെ ഉപയോഗിച്ചതും കത്തോലിക്ക സഭയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ വാഗ്ദാനം ചെയ്തത്. ആകയാൽ നിങ്ങൾ വിശ്വാസത്തെ ഉപേക്ഷിക്കുന്നുവോ ഉപേക്ഷിക്കുന്നു. അവന്റെ പുസ്തകങ്ങളും ഉപേക്ഷിക്കുന്നുവോ ഉപേക്ഷിക്കുന്നു. അവന്റെ എല്ലാ ആഹാരങ്ങളും ഉപേക്ഷിക്കുന്നുവോ. ആകാശത്തിന്റെ
ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മറിയത്തിൽ ധരിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ച് അയപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലതുഭാഗത്തുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും സഭയിലും കുട്ടികളുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യായുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവും ജനത്താലും പരിശുദ്ധാത്മാവാലും നമുക്ക് ഉദയം നൽകിയവനും നമുക്ക് പാപം നൽകിയവനും സർവശക്തമായ ദൈവം തന്റെ കൃപാവരത്താൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മെ കാത്തുപാലിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദിവ്യകാരുണ്യമാത ഞങ്ങളുടെ ഡൽഹിയിലായിരുന്ന ജോയച്ചനെയും പ്രസാദച്ചനെയും ജോസ്മോച്ചനെയും ഇനി കുർബാന അർപ്പിക്കാൻ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദിവ്യമച്ചനെയും അങ്ങയുടെ ഹൃദയത്തിൽ സംരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞങ്ങൾ ലേഖിക്കുന്നു. ഈശോയെ ജീവിതത്തിലെ അങ്ങയുടെ സ്നേഹം പകരുവാനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ ഫാമിലിയിലും അങ്ങയുടെ സ്നേഹം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്നേഹിതാക്കളെ മറ്റൊരു എന്നിലേക്ക് അടുത്തോട്ടിരിക്കുന്നത് അങ്ങയുടെ അനന്ത അനുഗ്രഹിക്കണമെന്ന് അങ്ങോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, രോഗങ്ങളും കഷ്ടപ്പാടുകളും മൂലം വലയുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവനും പുനരുദ്ധാനവും ഞാനാണ്, എന്നിൽ ജീവിക്കുന്നവർ പരസ്പരം ജീവിക്കും എന്നരുൾ ചെയ്ത് നിത്യജീവൻ ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്ത യേശുവേ, ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അവർ അതിനെ അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗ്ഗത്തിൽ അങ്ങയുടെ തിരുമുഖം കൊണ്ട് ആനന്ദിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Bye.
special occasion for Karan. It was his birthday. Yesterday, his dear friend Emmanuel also celebrated his birthday. I would like to invite Emmanuel and his parents to the stage. दब्बल पड़ते राजा दब्बल पड़ते रो दब दब दब्बल पड़ते रो दब्बल पड़ते राजा दब्बल पड़ते रो दब दब दब्बल पड़ते रो മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി അണ്ണാ റെഡി. ഒന്ന് പൊട്ടിക്കാൻ പാടേ അന്ന് സ്റ്റക്കായി തോന്നണ യൂസ് ചെയ്യാത്തോണ്ടേ. എടാ മോളെ ഞാൻ വേറെ ഓഫായണ്ണ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ശ്രദ്ധിക്കുന്നുണ്ട് അണ്ണ.
പുത്തിരി പച്ച പരിഷ്കാരി പച്ച മലയാളി പുരുഷ മുതലാളി മദ്യം മതിരാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് Come give me something I can feel. Oh, oh, oh. Don't you want me like I want you, baby? Don't you need me like I need you now? See tomorrow, but tonight go crazy. All you gotta do is just meet me at the apata, 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 Hey, ra, 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 maiya. Niraga bada se garanta. Hey, ra, 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 kamma. Anne sottakku pota sambavam da. Adi, 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 adi. Irike vittan manalle. Amma sonna manasilayo. Adi, 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 adi. Adi kulikavanalle. Onna ninna manasilayo. In the morning when I wake and the sun is coming through, oh, you fill my lungs with sweetness and you fill my head with you. Shall I write it in a letter? Shall I try to get it down? Oh, you fill my head with pieces of a song I can't get out. Can I be close to you?